സൂറത്ത് യൂനുസ്. നാമം. ഈ സൂറയുടെ നാമവും പതിവ് പോലെ ഒരടയാളമെന്ന നിലയിൽ 98-ാം സൂക്തത്തിൽ നിന്നെടുത്തതാണ്. അതിൽ യൂനുസ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച പരാമർശമുണ്ട്. അതിലേക്കൊരു സൂചനയാകുന്നു ഈ നാമം. യൂനുസിന്റെ കഥയല്ല അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. അവതരണ സ്ഥലം. അധ്യായം മുഴുവൻ മക്കയിലാണ് അവതരിച്ചതെന്ന് നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഉള്ളടക്കത്തിലും അതിന്റെ വ്യക്തമായ സൂചനയുണ്ട്. എന്നാൽ സൂറയിലെ ചില സൂക്തങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട്. അതൊരു ഉപരിപ്ലവ നിഗമനമാണെന്ന് അതിലെ വചനങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ വ്യക്തമാവും. വ്യത്യസ്ത സന്ദർഭങ്ങളിലും വിവിധ പ്രഭാഷണങ്ങളിലുമായി അവതരിച്ചിട്ടുള്ള സൂക്തങ്ങളുടെ സമാഹാരമല്ല ഇത്. ആദ്യ അവസാനം ഒരേ സമയത്ത് ഒന്നിച്ചവതീർണമായ ഒറ്റ പ്രഭാഷണമായിട്ടാണ് പ്രതിപാദനം. അപ്രകാരം തന്നെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം അത് മക്കീ ഘട്ടത്തിൽ അവതരിച്ചതാണെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നുമുണ്ട്. അവതരണകാലം. അവതരണകാലത്തെ കുറിക്കുന്ന റിപ്പോർട്ടുകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിലായിരിക്കണം ഇത് അവതരിച്ചതെന്നാണ് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്ന് ഇസ്ലാമിക ദൌത്യത്തിനു നേരെയുള്ള എതിർപ്പുകൾ കൊടുമ്പിരികൊണ്ടിരുന്നു. നബിയെയും അനുചര സംഘത്തെയും വെച്ചു പൊറുപ്പിക്കാൻ ശത്രുക്കൾ ഒട്ടും സന്നദ്ധരായിരുന്നില്ല. ഉപദേശങ്ങൾ കൊണ്ടും ഉദ്ബോധനങ്ങൾ കൊണ്ടും അവർ നേർവഴിക്ക് വരുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്ന് വ്യക്തമാകുന്നു. ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് പ്രവാചകനെ ഖണ്ഡിതമായും അന്തിമമായും നിഷേധിക്കുന്നതിന്റെ അനിവാര്യമായ പരിണതി എന്താണെന്ന് മുന്നറിയിപ്പ് നൽകേണ്ട സന്ദർഭം ആസന്നമായി കഴിഞ്ഞിരുന്നു. ഉള്ളടക്കത്തിന്റെ ഈ സവിശേഷതകളൊക്കെ മക്കീ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അവതരിച്ച സൂറകളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഈ സൂറയും അതേ കാലഘട്ടത്തിൽ അവതരിച്ചതാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഹിജ്റയെക്കുറിച്ച ഒരു സൂചന പോലും അധ്യായത്തിൽ കാണുന്നില്ല. അതിനാൽ ഹിജ്റയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായങ്ങളുടെ മുമ്പ് അവതരിച്ചതാവണം ഇതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉള്ളടക്കം. ഉദ്ബോധനം, താക്കീത്, ഉപദേശം എന്നീ പ്രബോധന രീതികളാണ് അധ്യായത്തിലെ പ്രഭാഷണ വിഷയം. ഭാഷണം ആരംഭിക്കുന്നത് ഇപ്രകാരമാകുന്നു: ഒരു മനുഷ്യൻ പ്രവാചകത്വ സന്ദേശവുമായി മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ അത്ഭുതസ്തബ്ധരായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ആഭിചാരവൃത്തി ആരോപിക്കുന്നു. വാസ്തവത്തിലോ അയാൾ ഉന്നയിക്കുന്ന ഒരു കാര്യവും ആശ്ചര്യജനകമല്ല. അതിന് ആഭിചാരവുമായോ ജ്യോത്സ്യവുമായോ ഒരു ബന്ധവുമില്ല. രണ്ട് പരമയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താവുമായ ദൈവം തന്നെയാണ് നിങ്ങളുടെയും ഉടമസ്ഥനും യജമാനനും. നിങ്ങളുടെ അടിമത്തവും ദാസ്യവും അവന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. രണ്ട്, ഈ ഐഹിക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം വരാനുണ്ട്. അതിൽ നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും. ഈ ലോകത്ത് വെച്ച് നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളിലും അപ്പോൾ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിലാവും അവിടുന്ന് കിട്ടുന്ന പ്രതിഫലം. ഒന്നുകിൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ. അള്ളാഹുവിനെ ഉടമസ്ഥനും നാഥനുമായി അംഗീകരിക്കുകയും അവന്റെ ഇച്ഛയ്ക്കൊത്ത് നല്ല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവർക്ക് രക്ഷ. അള്ളാഹുവെ ഉടമസ്ഥനും നാഥനുമായി അംഗീകരിക്കാതിരിക്കുകയോ അവന്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തവർക്ക് ശിക്ഷയും. നിങ്ങളുടെ മുമ്പാകെ വെക്കുന്ന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തികഞ്ഞ പരമാർത്ഥങ്ങളാകുന്നു. അവ അംഗീകരിക്കുകയും അവയ്ക്കൊത്ത് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാനാണ് പ്രവാചകൻ വിളിക്കുന്നത്. അദ്ദേഹത്തെ അംഗീകരിച്ച് അതനുസരിച്ച് ജീവിതം സംസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പര്യവസാനം മംഗളമായിത്തീരും. അല്ലെങ്കിലോ അതിന്റെ ദുഷ്പരിണതി നേരിടേണ്ടിവരും. ഇവിടെ പ്രസ്താവിച്ച ആമുഖത്തിനു ശേഷം ഇനി പറയുന്ന വിഷയങ്ങൾ ഒരു സവിശേഷ ക്രമത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നു. ഒന്ന്, ഏകദൈവത്വത്തിന്റെയും പരലോക ജീവിതത്തിന്റെയും കാര്യത്തിൽ അജ്ഞരും പക്ഷപാതികളുമായ ആളുകളുടെ യുക്തിക്കും ബുദ്ധിക്കും തൃപ്തികരമായ തെളിവുകൾ നിരത്തുന്നു. വാദപ്രതിവാദത്തിലെ ജയവും പരാജയവുമല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. മറിച്ച് തെറ്റായ വീക്ഷണങ്ങളിൽ നിന്നും അവയുടെ ദുഷ്പരിണാമങ്ങളിൽ നിന്നും സുരക്ഷിതമാവുകയാണ്. രണ്ട്, തൗഹീദിനെയും പരലോക വിശ്വാസത്തെയും സമ്മതിക്കുന്നതിന് ആളുകൾക്ക് തടസ്സമാവുന്ന തെറ്റിദ്ധാരണകളും ബുദ്ധിശൂന്യതയും ദൂരീകരിക്കുക. മൂന്ന്, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെയും സന്ദേശത്തെയും സംബന്ധിച്ച് പ്രതിയോഗികൾ ഉന്നയിച്ച സംശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി കൊടുക്കുക. നാല്, തന്റെ ഇന്നത്തെ കർമ്മരീതി നന്നാക്കാനും പിന്നീട് ദുഃഖിക്കാൻ ഇടവരാതിരിക്കാനും വേണ്ടി മനുഷ്യനെ ഉദ്ബുദ്ധനാക്കുക. മരണാനന്തര ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക. 5,
ഐഹിക ജീവിതം വാസ്തവത്തിൽ ഒരു പരീക്ഷയാണെന്നും ഇഹലോകത്ത് ശ്വാസോച്ഛ്വാസം കഴിക്കുന്നിടത്തോളം കാലമേ ഈ പരീക്ഷാകാലം നിലനിൽക്കുന്നുള്ളൂവെന്നും ബോധ്യപ്പെടുത്തുക. ഈയൊരവസരം പാഴാക്കുന്ന പക്ഷം, അഥവാ പ്രവാചകന്റെ മാർഗദർശനം അംഗീകരിച്ചുകൊണ്ട് വിജയത്തിന്റെ മാർഗങ്ങൾ കൈക്കൊള്ളാത്ത പക്ഷം ഇനി മറ്റൊരവസരം ലഭിക്കാൻ പോകുന്നില്ല. പ്രവാചകന്റെ ആഗമനവും ഖുർആൻ വഴിക്കുള്ള യഥാർത്ഥ ജ്ഞാനവുമാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഏക അവസരം. അതുപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ശാശ്വതമായ അനന്തര ജീവിതത്തിൽ എന്നെന്നും ഖേദിക്കേണ്ടി വരും എന്നീ വസ്തുതകളെപ്പറ്റി ഉണർത്തുക. 6. ദൈവികമായ ഒരു മാർഗദർശനത്തിന്റെ അഭാവത്തിൽ ജനജീവിതത്തിൽ നടമാടിയിരുന്ന മൂഢതകളും അന്ധതകളും ചൂണ്ടിക്കാട്ടുക. ഈ വിഷയകമായി നൂഹ് നബിയുടെ കഥ സംക്ഷിപ്തമായും മൂസാ നബിയുടെ കഥ സ്വൽപ്പം വിസ്തരിച്ചും വിവരിച്ചിരിക്കുന്നു. 4 സംഗതികൾ ബോധ്യപ്പെടുത്തുകയാണ് അവ കൊണ്ടുദ്ദേശിക്കുന്നത്. 1. നിങ്ങളുടെ മുൻഗാമികൾ നൂഹിനോടും മൂസായോടും അനുവർത്തിച്ച വികല നയമാണ് മുഹമ്മദ് നബിയോട് നിങ്ങളും അനുവർത്തിക്കുന്നതെന്ന് ഓർക്കുക. ആ ജീവിത രീതിയുടെ പരിണാമമെന്തെന്ന് അവർ കണ്ടു. അതുതന്നെയാണ് നിങ്ങളും കാണാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചുകൊള്ളുക. 2. പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്നനുഭവിക്കുന്ന നിസ്സഹായതയും അവശതയും എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കരുത്. മൂസാ നബിക്കും ഹാറൂൺ നബിക്കും പിൻബലം നൽകിയിരുന്ന ദൈവം ഇവരുടെ പിന്നിലുമുണ്ട്. ഒരാളുടെയും കണ്ണിൽപ്പെടാത്ത മാർഗത്തിലൂടെ അവൻ അവരുടെ പരിതാവസ്ഥകൾ മാറ്റിയപോലെ ഇവരുടെ അവസ്ഥകളും മാറ്റുന്നതായിരിക്കും. 3. നിങ്ങൾക്കിപ്പോൾ അള്ളാഹു അനുവദിച്ച അവധി പാഴാക്കുകയും ഫിർഔന്റെ പോലെ ദൈവത്തിന്റെ പിടിയിലകപ്പെടുന്ന അന്ത്യനിമിഷത്തിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫിർഔന് മാപ്പ് ലഭിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങൾക്കും മാപ്പ് ലഭിക്കുന്നതല്ല. 4. നബിയുടെ അനുചരന്മാർ പ്രതികൂല ചുറ്റുപാടിന്റെ രൂക്ഷതയും അതിനെ നേരിടുന്നതിലുള്ള നിസ്സഹായതയും കണ്ട് നിരാശപ്പെടരുത്. അത്തരം പരിതോവസ്ഥകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഒരു കാര്യവും കൂടി അവർ ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യത്താൽ അവർ ഈ പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ കാണിച്ച ചാപല്യത്തിനും അച്ചടക്കരാഹിത്യത്തിനും വിധേയരായി പോകരുത്. അവസാനം പ്രഖ്യാപിക്കുന്നു, അള്ളാഹു തന്റെ പ്രവാചകന് നിർദ്ദേശിച്ചു കൊടുത്ത ആദർശവും കർമ്മമാർഗവുമത്രേ ഇത്. ഇതിൽ ഭേദഗതിയോ മാറ്റത്തിരുത്തലോ വരുത്തുക സാധ്യമല്ല. ഇത് ആർ സ്വീകരിച്ചുവോ അവർക്ക് നന്ന്. ആർ ഇത് തിരസ്കരിച്ച് തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുവോ അവർ തങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. അലിഫ് ലാം റാ. ഇത് ജ്ഞാനസമ്പുഷ്ടമായ വേദസൂക്തങ്ങളാകുന്നു. ഈ ആമുഖവാക്യത്തിൽ നേരിയ ഒരു ഉണർത്തൽ അടങ്ങിയിട്ടുണ്ട്. ഖുർആൻ എന്ന പേരിൽ പ്രവാചകൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം ഭാഷയുടെ ഇന്ദ്രജാലവും കാവ്യഭാവനയും ജ്യോത്സ്യന്മാരുടേതുപോലുള്ള മന്ത്രങ്ങളുമാണെന്നാണ് വിഡ്ഢികൾ വിചാരിച്ചിരുന്നത്. അതേപ്പറ്റി അവരെ ഉണർത്തുകയാണ്, ഇത് നിങ്ങൾ ഊഹിക്കുന്നതൊന്നുമല്ല. തത്വവിജ്ഞാനങ്ങളാൽ സമ്പുഷ്ടമായ വേദസൂക്തങ്ങളാണ്. ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജ്ഞാനം വിലക്കപ്പെട്ടവരായിത്തീരും. أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. ബോധമില്ലാത്ത ജനത്തിന് മുന്നറിയിപ്പ് നൽകാനും വിശ്വാസികൾക്ക് അവരുടെ നാഥങ്കൽ സത്യമായ യശസ്സും പ്രതാപവും കൊണ്ടെന്ന് സുവാർത്ത അറിയിക്കാനും അവരിൽ നിന്നു തന്നെ ഒരാൾക്ക് നാം ദിവ്യസന്ദേശമയച്ചത് ജനത്തിന് വലിയ അതിശയമായിരിക്കുന്നുവോ? അദ്ദേഹത്തെ അവിശ്വസിച്ചവർ പറഞ്ഞു, ഇയാൾ തെളിഞ്ഞ ആഭിചാരകൻ തന്നെ. ഇതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത്?
മനുഷ്യരെ ഉദ്ബുദ്ധരാക്കാൻ മനുഷ്യനെ തന്നെയല്ലേ നിയോഗിക്കേണ്ടത്, അല്ലാതെ മലക്കിനെയോ ജിന്നിനെയോ മൃഗങ്ങളെയോ മറ്റോ ആണോ? മനുഷ്യൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധമില്ലാതെ ദുർമാർഗത്തിൽ ജീവിതം നയിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ സ്രഷ്ടാവും രക്ഷിതാവുമായ ദൈവം അവന് നേർവഴിക്ക് നയിക്കാനുള്ള ഒരേർപ്പാടും ചെയ്യാതെ ദുർമാർഗത്തിൽ തന്നെ വിട്ടേക്കുന്നതല്ലേ അത്ഭുതം? ദൈവത്തിങ്കൽ നിന്ന് വല്ല മാർഗനിർദ്ദേശവും വന്നാൽ അതിനെ അംഗീകരിക്കുന്നവർക്കാണോ അന്തസ്സും ഔന്നത്യവും വേണ്ടത്, അതല്ല തിരസ്കരിക്കുന്നവർക്കോ? അത്ഭുതം കൊള്ളുന്നവർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, തങ്ങൾ എന്തിനെപ്പറ്റിയാണ് അത്ഭുതപ്പെടുന്നതെന്ന്. അവർ അദ്ദേഹത്തെ ആഭിചാരകൻ എന്നാക്ഷേപിക്കുന്നു. പക്ഷേ ആ വിശേഷണം അദ്ദേഹത്തിന് അനുയോജ്യമാണോ അല്ലേ എന്നവർ ചിന്തിച്ചില്ല. ഒരാൾ ഉജ്ജ്വലമായ വാക്ചാതുരിയിലൂടെ ഹൃദയ മസ്തിഷ്കങ്ങളെ വശീകരിക്കുന്നുവെന്നതിന്റെ പേരിൽ മാത്രം അയാളെ ആഭിചാരക്കാരനാണെന്ന് ആരോപിക്കുന്നത് ഭീമാബദ്ധമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താവശ്യത്തിനാണ് തന്റെ പ്രസംഗചാതുരി അയാൾ ഉപയോഗപ്പെടുത്തുന്നത്? വിശ്വാസികളുടെ ജീവിതത്തിൽ എന്ത് ഫലങ്ങളാണ് അതുകൊണ്ടുണ്ടാവുന്നത്? ഇതെല്ലാം നോക്കിയാണ് വിധി പറയേണ്ടത്. അധമമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രസംഗവൈഭവം ഉപയോഗപ്പെടുത്തുന്നവൻ അനിയന്ത്രിതനും നിരുത്തരവാദിയുമായ വായാടിയായിരിക്കും. സത്യവും നീതിയും യാഥാർത്ഥ്യവും വകവയ്ക്കാതെ അയാൾ എന്തും പ്രസംഗിക്കും. കേൾക്കുന്നവരെ അതാകർഷിക്കും. അതെത്ര തന്നെ വ്യാജവും അതിശയോക്തിപരവും അന്യായവുമായാലും ശരി. അവരുടെ സംസാരത്തിൽ ജ്ഞാനവും വിവേകവുമല്ല, ബഹുജനങ്ങളെ വലയിലാക്കാനുള്ള കെണികളാണ് പ്രകടമാവുക. വ്യവസ്ഥാപിതമായ ചിന്തയ്ക്കു പകരം വൈരുദ്ധ്യവും അസന്തുലിതത്വവും കാണാം. അയാൾ തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി വാചകമടിക്കുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടർക്കെതിരെ ഇളക്കിവിടാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടി വാഗ്വൈഭവം കൊണ്ട് ആളുകളെ ഇളക്കിവിടുന്നു. ജനജീവിതത്തിൽ ധാർമ്മികോന്നതിയോ കാര്യക്ഷമമായ പരിവർത്തനമോ സംജാതമാക്കാൻ അത് പര്യാപ്തമല്ല. ചിന്താപരമോ കർമ്മപരമോ ആയ നന്മയുളവാകാനും അത് സഹായകമല്ല. മറിച്ച് ജനങ്ങൾ മുമ്പത്തേക്കാൾ ദുഷ്ടരും അധർമ്മികളുമായി മാറുകയാണ് ചെയ്യുക. എന്നാൽ ഇതിനെല്ലാം വിപരീതമായ ഒരനുഭവമാണ് പ്രവാചകന്റെ കാര്യത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ജ്ഞാനവും വിവേകവുമുണ്ട്. അടുക്കും ചിട്ടയുമുള്ള ഒരു ചിന്താക്രമമുണ്ട്. അങ്ങേയറ്റത്തെ സന്തുലിതത്വവുമുണ്ട്. കർശനമായ സത്യനിഷ്ഠയും നീതിനിഷ്ഠയുമുണ്ട്. ഓരോ പദവും അളന്ന് തിട്ടപ്പെടുത്തിയതാണ്. ഓരോ കാര്യവും കൃത്യവും കണിശവുമാണ്. ദൈവസൃഷ്ടികളുടെ സംസ്കരണ പരിഷ്കരണമല്ലാത്ത ഒരു താൽപര്യവും ആ പ്രഭാഷണത്തിൽ കാണപ്പെടുകയില്ല. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥത്തിന്റെയോ കുടുംബപരമോ ദേശീയമോ ആയ താൽപര്യത്തിന്റെയോ ലാഞ്ചന പോലുമില്ല. ജനങ്ങൾ ആപതിച്ചു കിടക്കുന്ന അശ്രദ്ധയുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉണർത്തുകയും അവരെ നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. അതിനും പുറമെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഫലങ്ങളും ആഭിചാരകന്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം ആരിലൊക്കെ സ്വാധീനം ചെലുത്തിയോ അവരുടെയെല്ലാം ജീവിതം ഉജ്ജ്വലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ മുമ്പത്തേക്കാൾ ഉത്കൃഷ്ടരായി മാറിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തന രീതിയിലാകപ്പാടെ നന്മയുടെ തിളക്കം കാണാനുണ്ട്. ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക, ആഭിചാരകൻ ഇത്തരം കാര്യങ്ങളാണോ ചെയ്യുക? ആഭിചാരം ഇത്തരം ഫലങ്ങളാണോ ഉളവാക്കുക? إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون യാഥാർത്ഥ്യമിതാകുന്നു. ആകാശലോകങ്ങളെയും ഭൂമിയെയും 6 നാളുകളിൽ സൃഷ്ടിച്ച അല്ലാഹുവാകുന്നു നിങ്ങളുടെ നാഥൻ. എന്നിട്ടവൻ സിംഹാസനസ്ഥനായി പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ അനുമതി ലഭിച്ച ശേഷം ശുപാർശ ചെയ്യുന്നവനല്ലാതെ മറ്റൊരു ശുപാർശകനുമില്ല. ഇതേ അല്ലാഹുവാകുന്നു നിങ്ങളുടെ നാഥൻ. അതിനാൽ അവന് മാത്രം ഇബാദത്ത് ചെയ്യുവിൻ. ഇനിയും നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലേ? അതായത് സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം അവൻ നിഷ്ക്രിയനാവുകയല്ല, താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. ഇപ്പോൾ മുഴുലോകത്തിന്റെയും നടത്തിപ്പ് അവന്റെ കയ്യിലാകുന്നു. സൃഷ്ടിച്ച ശേഷം ദൈവം പ്രപഞ്ചത്തെ ഇഷ്ടപ്രകാരം ചലിക്കാൻ വിട്ടിരിക്കുകയാണെന്നും
ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുമത്രേ അജ്ഞരായ ജനങ്ങളുടെ വിശ്വാസം. അതിനെതിരിൽ ഖുർആൻ സമർപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്: അള്ളാഹു സൃഷ്ടിച്ച ഈ യന്ത്രശാലയിൽ ആസകലം അവന്റെ ഭരണമാണ് നടക്കുന്നത്. അധികാരങ്ങൾ അത്രയും അവന്റെ കൈകളിലാണ്. പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ ഏത് നിമിഷം എന്തൊക്കെ സംഭവിക്കുന്നുവോ അതൊക്കെ അവന്റെ ആജ്ഞാനുസൃതമോ അനുമതിപ്രകാരമോ മാത്രമാണ്. ലോകത്തിന് അസ്തിത്വം നൽകി എന്നത് മാത്രമല്ല അതിനോട് അവന്റെ ബന്ധം. അവനാണ് അതിന്റെ ആസൂത്രകനും സംവിധായകനും. അവൻ നിലനിർത്തുന്നതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അവൻ ചലിപ്പിക്കുന്നതുകൊണ്ടാണ് അത് ചലിക്കുന്നത്. അൽ ആറാഫ് 54 സൂക്തത്തിന് നാം നൽകിയ വിശദീകരണവും ശ്രദ്ധിക്കുക. ശിപാർശകനില്ല എന്നതിന്റെ താൽപര്യം ഇതാണ്: ലോകത്തിന്റെ ആസൂത്രണത്തിലും സംവിധാനത്തിലും അല്ലാഹുവല്ലാത്ത ആർക്കും പങ്കില്ല. അവനോട് ശിപാർശ ചെയ്ത് തീരുമാനത്തിൽ മാറ്റം വരുത്താനോ തങ്ങൾ ആഗ്രഹിക്കുന്നവനെ ഭാഗ്യവാനോ നിർഭാഗ്യവാനോ ആക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ആർക്കുമില്ല. നന്നേ കവിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് പുണ്യാത്മാക്കൾക്ക് കഴിയുക. പ്രാർത്ഥന സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതും ദൈവത്തിന്റെ ഇഷ്ടത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. താൻ വിചാരിച്ചത് നടക്കുക, തന്റെ ശിപാർശ തള്ളപ്പെടാതിരിക്കുക, ദൈവിക സിംഹാസനത്തിന്റെ കാലുപിടിച്ച് സ്വന്തം കാര്യം നേടുക, ഇതെല്ലാം സാധിക്കാൻ മാത്രം ദൈവത്തിൽ സ്വാധീനമുള്ള ഒരാളുമില്ല. അത്തരം പങ്കാളിത്തങ്ങൾക്കതീതമാണ് ദിവ്യത്വം. യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് നിങ്ങളുടെ റബ്ബ് എന്ന പരമാർത്ഥം വിവരിക്കുകയായിരുന്നു മുൻവാക്യങ്ങളിൽ. ആ പരമാർത്ഥത്തെ മുൻനിർത്തി നിങ്ങളുടെ കർമ്മരീതി എന്തായിരിക്കണമെന്ന് പ്രതിപാദിക്കുകയാണ് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും എന്നു തുടങ്ങുന്ന വാക്യം. റുബൂബിയ്യത്ത് മുഴുവനായും അല്ലാഹുവിന് മാത്രമാണെന്നത് പരമാർത്ഥമാണെങ്കിൽ അവനു മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നത് അതിന്റെ അനിവാര്യ താൽപര്യമത്രേ. റുബൂബിയ്യത്ത് എന്ന പദം രക്ഷാകർതൃത്വം, ഉടമസ്ഥത, ശാസനാധികാരം എന്നീ 3 ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതുപോലെ ഇബാദത്ത് എന്ന പദവും 3 ആശയങ്ങളെ ഉൾക്കൊള്ളുന്നു: ആരാധന, അടിമത്തം, അനുസരണം. മനുഷ്യൻ ദൈവത്തോട് മാത്രം കൃതജ്ഞതയുള്ളവനായിരിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവന്റെ മുമ്പിൽ മാത്രം ഭക്ത്യാദരങ്ങളോടെ തലകുനിക്കുക എന്നിവയാണ് ദൈവം തന്റെ ഏകരക്ഷാകർത്താവാണെന്ന് അംഗീകരിക്കുന്നതിന്റെ അനിവാര്യ താൽപര്യം. ഇതാണ് ഇബാദത്തിന്റെ ഒന്നാമത്തെ വിവക്ഷ. ദൈവം ഏകനാഥനും യജമാനനുമാണെന്നതിന്റെ അനിവാര്യ താൽപര്യമിതാണ്: മനുഷ്യൻ അവന്റെ അടിമയായിരിക്കുക, അവനെതിരിൽ സ്വേച്ഛാപരമായ ഒരു നിലപാടും കൈക്കൊള്ളാതിരിക്കുക, മറ്റാരുടെയും ചിന്താപരമോ കർമ്മപരമോ ആയ അടിമത്വം സ്വീകരിക്കാതിരിക്കുക. ഇതാണ് ഇബാദത്തിന്റെ രണ്ടാമത്തെ വിവക്ഷ. ദൈവം ഏകശാസനാധികാരിയാണെന്ന് അംഗീകരിക്കുമ്പോൾ അതിന് അനിവാര്യമാകുന്ന ചില താൽപര്യങ്ങളുണ്ടാകുന്നു. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കണം, നിയമം പാലിക്കണം. മനുഷ്യൻ സ്വയം അധീശാധികാരിയാവരുത്, അധീശത്വം അംഗീകരിക്കരുത്. ഇതാണ് ഇബാദത്തിന്റെ മൂന്നാമത്തെ വിവക്ഷ. നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലേ എന്ന സമാപന വാക്യത്തിന്റെ ധ്വനി ഇതാണ്. പരമാർത്ഥം നിങ്ങൾക്ക് തുറന്നു കാട്ടിത്തന്നിരിക്കുന്നു. നിങ്ങളുടെ ശരിയായ കർമ്മരീതി ഇന്നതാണെന്ന് വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെയായിട്ടും നിങ്ങൾ കണ്ണു തുറക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിത സമ്പ്രദായം മുഴുവൻ സത്യവിരുദ്ധമാവാൻ കാരണമായ ആ അന്ധവിശ്വാസങ്ങളെ തന്നെ ഇനിയും മുറുകെ പിടിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇലൈഹി മർജിഉകും ജമീഅ വഅദല്ലാഹി ഹഖ്ഖൻ ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ബിൽ ഖിസ്ത് والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങളെല്ലാവരും തിരിച്ചു പോകേണ്ടത്. ഇത് അല്ലാഹുവിന്റെ സത്യവാഗ്ദാനമാകുന്നു. നിസ്സംശയം അവനാകുന്നു സൃഷ്ടി നടത്തുന്നത്, പിന്നീട് അവൻ തന്നെ വീണ്ടും സൃഷ്ടിക്കുന്നു. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകേണ്ടതിനാണിത്. അവിശ്വാസത്തിന്റെ മാർഗം കൈക്കൊണ്ടവർ തങ്ങൾ അനുവർത്തിക്കുന്ന സത്യനിഷേധത്തിന്റെ ഫലമായി ചുട്ടുപൊള്ളുന്ന വെള്ളം കുടിക്കേണ്ടിവരും, നോവുന്ന ശിക്ഷയും അനുഭവിക്കേണ്ടിവരും. പ്രവാചക ശിക്ഷണത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമാണ് ഇലൈഹി മർജിഉക്കും എന്ന വാക്യം ഉൾക്കൊള്ളുന്നത്.
അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. അതിനാൽ അവന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഈ ലോകത്തു നിന്ന് മടങ്ങിച്ചെന്നിട്ട് നിങ്ങളുടെ റബ്ബിന് കണക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. ഇതിൽ വാദവും തെളിവുമടങ്ങിയിട്ടുണ്ട്. ദൈവം രണ്ടാമതും ജനിപ്പിക്കുമെന്നതാണ് വാദം. അവനാണ് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് തെളിവും. ആദ്യം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് സമ്മതിക്കുന്ന ഏതൊരാൾക്കും ദൈവം അതിനെ രണ്ടാമതും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമായി തോന്നുകയില്ല. അത് അസംഭവ്യമാണെന്ന് വാദിക്കാൻ ഒരുത്തനും മുതിരുകയുമില്ല. നീതിയുടെയും ബുദ്ധിയുടെയും വശത്തിലൂടെ നോക്കുമ്പോൾ പുനഃസൃഷ്ടി ആവശ്യമാണ്. പുനഃസൃഷ്ടിയല്ലാത്ത മറ്റൊന്നുകൊണ്ടും ഈ ആവശ്യം പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന് വിശദമാക്കുകയാണിവിടെ. ദൈവത്തെ ഏകനാഥനായി അംഗീകരിച്ച് ശരിയായ അടിമത്തമാർഗം കൈക്കൊള്ളുന്നവർക്ക് തങ്ങളുടെ സമുചിതമായ കർമ്മരീതിക്ക് അർഹമായ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യത്തെ തിരസ്കരിച്ച് സത്യനിഷേധികളായി ജീവിക്കുന്നവർ അവരുടെ തെറ്റായ കർമ്മരീതിയുടെ ദുഷ്ഫലവും അനുഭവിക്കേണ്ടതുണ്ട്. ഈ ആവശ്യം ഐഹിക ജീവിതത്തിൽ വെച്ച് പൂർത്തിയാക്കുന്നില്ലെന്ന് മർക്കടമുഷ്ടിയില്ലാത്ത ആരും സമ്മതിക്കും. എങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ രണ്ടാമതൊരു ജീവിതം അനിവാര്യമത്രേ. അൽ ആറാഫ് 38, ഹൂദ് 103 സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഈ വിഷയം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. അവൻ തന്നെയാകുന്നു സൂര്യനെ പ്രകാശദായകമാക്കിയതും ചന്ദ്രന് ശോഭയേകിയതും അതിന്റെ ചെറുപ്പ വലിപ്പ മാറ്റങ്ങളെ കൃത്യമായി നിർണയിച്ചു വെച്ചതും. അതുവഴി നിങ്ങൾക്ക് വർഷങ്ങളുടെയും തീയതികളുടെയും കണക്കറിയാൻ. അല്ലാഹു ഇതൊക്കെയും യാഥാർത്ഥ്യമായി തന്നെയാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത്. അറിയുന്ന ജനത്തിനു വേണ്ടി അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ തുറന്നു വിവരിക്കുകയാണ്.